ഗൈസ് നമ്മൾ സമീപകാലത്തൊക്കെ ചെയ്ത വീഡിയോ സീരീസിൻ്റെയൊക്കെ പലരും പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലേ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉള്ള ISL രണ്ടാമത്തെ ക്ലബ്ബ്, പിന്നെ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാൻ സാധിക്കും എന്നുള്ളത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ സംസാരിക്കണം എന്നെനിക്ക് തോന്നി. അപ്പോൾ അതാണ്, അതായത് മാർക്കറ്റ് വാല്യൂ, സാലറി, ഇതൊക്കെ ആയിട്ട് ഇത് രണ്ടും സെയിം ആണോ, അതോ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. അപ്പം മാർക്കറ്റ് വാല്യൂവിൻ്റെ ഒരു കാര്യം എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ISL വരുന്നത് മോഹൻ ബഗാനാണ്, 60.2 കോടിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെത് 53.2 കോടിയാണ്. രണ്ടാം സ്ഥാനത്താണ് ഈ പറഞ്ഞതുപോലെ മാർക്കറ്റ് വാല്യൂവിൻ്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്ഥാനം. മൂന്നാം സ്ഥാനത്ത് ഗോവയും, നാലാം സ്ഥാനത്ത് മുംബൈ സിറ്റി, അഞ്ചാം സ്ഥാനത്താണ് ബംഗളൂരു FC ഒക്കെ വരുന്നത്. അപ്പം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം സ്വാഭാവികമായിട്ടും. അതായത് ബ്ലാസ്റ്റേഴ്സൊക്കെ ഇത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടോ, അതായത് മോഹൻ ബഗാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുന്നുണ്ടോ എന്നുള്ളത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ പറഞ്ഞ 53.2 കോടി രൂപ എന്ന് പറയുന്നത് വാല്യൂ ആണ്. അത് സാലറി ആയിട്ട് കൊടുക്കുന്ന ഒരു എമൗണ്ടിൻ്റെ ഒരു പകുതിയോ അതിൽ താഴെയൊക്കെ വരുള്ളൂ എന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു വാല്യൂ വരുന്നത് ഇപ്പോൾ ഓരോ പ്ലെയറിനും ഇത്ര കോടി രൂപയൊക്കെ ആയിരിക്കും മാർക്കറ്റ് വാല്യൂ വരുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ആകത്തുകയാണ് മൊത്തത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു ക്ലബിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന നിലയ്ക്ക് വരുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ക്ലബിൻ്റെ മാർക്കറ്റ് വാല്യൂ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്ലെയറിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളത് നോക്കാം. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. അവർക്ക് കിട്ടുന്ന സാലറി മാത്രമല്ല, സാലറിയും ഒരു ഫാക്ടറാണ്, പക്ഷേ അതിനേക്കാൾ മറ്റു ചില ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമ്മളൊന്ന് പരിശോധിക്കുന്ന സമയത്ത് അവരുടെ ഒരു ടാലൻറ്റ്, അതുപോലെ ഏജ്, പൊട്ടൻഷ്യൽ, പൊസിഷൻ, കോൺട്രാക്ട് സിറ്റുവേഷൻ, സാലറി, ഇഞ്ചുറി റെക്കോർഡ്, അതുപോലെ ആ പ്ലെയറിൻ്റെ ഡിമാൻഡ്, ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ്, അതുപോലെ സോഷ്യൽ മീഡിയയിലും പബ്ലിക്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ്, അതുപോലെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഓഫ് ക്ലബ് ആൻഡ് ലീഗ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടായിരിക്കും ഒരു പ്ലെയറിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ നിർണ്ണയിക്കുന്നത്. കൂടുതലും യങ് പ്രോസ്പെക്റ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും ഉയർന്നു നിൽക്കുന്നത്. പ്രത്യേകിച്ച് അവരൊരു ടോപ്പ് ലീഗിലും ആ ടോപ്പ് ലീഗിൽ ഒരു ടോപ്പ് ക്ലബിലുമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ പ്ലെയറുടെ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് പറയുന്ന സമയത്ത് ഇനി ഏറ്റവും കൂടുതൽ പണം വാങ്ങുന്ന അല്ലെങ്കിൽ സാലറി വാങ്ങുന്ന ഫുട്ബോൾ താരങ്ങളുടെ ഒരു കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കും. സ്ക്വയർ മൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിൻ്റെ ലേറ്റസ്റ്റ് കണക്കുകൾ അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തത് നമുക്കൊന്ന് പരിശോധിക്കുന്ന സമയത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഒന്നാം സ്ഥാനത്ത്. 173 മില്യൺ പൗണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തെ സാലറി എന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് നെയ്മറാണ്, 86 മില്യൺ പൗണ്ട് പെർ ഇയർ. മൂന്നാം സ്ഥാനത്ത് കരീം ബെൻസെമ, 85 മില്യൺ പൗണ്ട് പെർ ഇയർ. എംബാപ്പയുടേത് 62 മില്യൺ പൗണ്ട് പെർ ഇയർ. അതുപോലെ മെസ്സിയുടേത് 55 മില്യൺ പൗണ്ട് പെർ ഇയർ. ഇത് ഇവരുടെ സാലറി മാത്രമാണ്. ഇപ്പം ഓരോ പ്ലേയേഴ്സും ഒക്കെ പല ഡീലിങ്സിലൊക്കെ ആയിരിക്കും അവർക്ക് എത്തുന്നത്. കാരണം അവരുടെ പല റൈറ്റ്സ് ഒക്കെ കൊടുക്കും. ഇപ്പം മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്റർ മിയാമി പോയ സമയത്ത് ഈ സാലറിയേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ മറ്റു തുകകൾ അദ്ദേഹത്തിന് റൈറ്റ്സ് എന്ന നിലയ്ക്കൊക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ഈ 5 പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ടോപ്പ് 100 മോസ്റ്റ് വാല്യൂഡ് പ്ലേയേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് നമ്മളിപ്പം ട്രാൻസ്ഫർ മാർക്കറ്റിലൊക്കെ ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് ഈ 5ൽ 4 താരങ്ങളും ഇല്ല എന്നുള്ളതാണ്. ആകെയുള്ളത് കിലിയൻ എംബാപ്പെ മാത്രമാണ് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബാക്കി 4 താരങ്ങളും 30+ ആയിട്ടുള്ള താരങ്ങളാണ്. അവരുടെ കരിയറിൻ്റെ അവസാന കാലഘട്ടത്തിൽ നിൽക്കുന്ന താരങ്ങളാണ്. അവർ കളിക്കുന്നത് യൂറോപ്പിന് പുറത്താണ്. പറഞ്ഞ പോലെ സൗദിയിലും അതുപോലെ തന്നെ MLS ഒക്കെയാണ് അവർ കളിക്കുന്നത് എന്നുള്ളതാണ്. കിലിയൻ എംബാപ്പെ മാത്രമാണ് യൂറോപ്പിൽ ഇപ്പോഴും കളിക്കുന്നു. PSG പോലെ വമ്പൻ ക്ലബ്ബിൽ കളിക്കുന്നു. ഇപ്പോൾ UCL പോലെയൊക്കെ അടക്കം കളിക്കുന്നു. അതുപോലെ തന്നെ വളരെ യങ് ആയിട്ടുള്ളൊരു താരമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും വാല്യൂവിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ടോപ്പ് വാല്യൂഡ് പ്ലേയേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പം ജൂഡ് ബെല്ലിംഗ്ഹാമും കിലിയൻ എംബാപ്പയും അതുപോലെ എർലിംഗ് ഹാലൻഡും വിനീഷ്യസ് ജൂനിയറിനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു പറഞ്ഞ പോലെ മോസ്റ്റ് വാല്യൂഡ് പ്ലേയേഴ്സിൻ്റെ ഒരു ടോപ്പ് ലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നത്. മറ്റ് പറഞ്ഞിട്ടുള്ള താരങ്ങളെ ഒന്നും നമുക്ക് ഏറ്റവും സാലറി മേടിക്കുന്നതെന്ന് പറയുന്ന മെസ്സി, റൊണാൾഡോ, നെയ്മറിനെയൊക്കെ അടക്കമുള്ള താരങ്ങളൊന്നും നമുക്ക് ടോപ്പ് 100ൽ പോലും ഈ ഒരു ലിസ്റ്റിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ISLലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കാര്യം തന്നെ പരിശോധിക്കാം. അഡ്രിയാൻ ലൂണയുടെ ട്രാൻസ്ഫർ മാർക്കറ്റിലെ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 6.8 കോടി ഇന്ത്യൻ രൂപയാണ്. എന്നാൽ അദ്ദേഹം വാങ്ങുന്ന സാലറി അത്രയുമില്ല, ഇതിൻ്റെ പകുതിയോ അതിൽ താഴെയോ, അതായത് ഓൾമോസ്റ്റ് ഒരു 3 CR ഒക്കെയാണ് അദ്ദേഹം വാങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ നോക്കുക, അതിൻ്റെ ഇരട്ടി ആണ് ആ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, അദ്ദേഹം മെൽബൺ സിറ്റിയിൽ കളിക്കുന്ന സമയത്താണല്ലോ ഒരു 3 വർഷം മുമ്പ് ISLലേക്ക് എത്തുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ ഏതാണ്ട് 9 കോടിക്ക് മുകളിലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, അദ്ദേഹം അത്രയും സാലറി ഒന്നും അവിടെ വാങ്ങിയിരുന്നില്ല. അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന സാലറി പോലും മെൽബൺ സിറ്റിയിൽ അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലാണ് അദ്ദേഹം അവിടെ ലീഗിൽ കളിച്ചതിനേക്കാൾ കൂടുതൽ സാലറി കിട്ടുന്നത് എന്നുള്ളതാണ് അർത്ഥം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ കുറയുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ISLലേക്ക് വരുന്ന
സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏജ് ഒരു ലേറ്റ് 20s ആയിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല എ ലീഗ് എന്ന് പറയുന്നത് ISLനേക്കാൾ ഉയർന്ന മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ലീഗായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹം ഒരു 33 ആകാൻ പോകുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ തന്നെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെ മറ്റ് ചില താരങ്ങളെ നോക്കാം. ഇന്ത്യൻ താരങ്ങളുടെ ഒരു കാര്യം നോക്കുമ്പോൾ ഇപ്പം വിപിൻ മോഹനൻ്റെ 1.8 CR ആണ് അദ്ദേഹത്തിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ. അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയുടെ പകുതി പോലും അദ്ദേഹത്തിൻ്റെ സാലറി ആയിട്ട് നിലവിൽ കിട്ടുന്നില്ല. ഇനി വരുന്ന സീസണിലൊക്കെ കിട്ടിയേക്കാം. അതുപോലെ തന്നെ പെപ്പറയുടേത് 4 കോടിയാണ്. അദ്ദേഹം ഒരു ഫോറിൻ പ്ലെയർ ആണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സാലറി 1 കോടിയോ അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെയാണ്. അതുപോലെ ലെസ്കോവിച്ചത് 1.4 CR ആണ്. ചിലപ്പം അദ്ദേഹത്തിന് അത്രയും തന്നെ സാലറി കിട്ടാനോ അതിൽ കൂടുതൽ കിട്ടാനോ ഉള്ള സാധ്യതയുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. അങ്ങനെ ഒരു സാധ്യതയാണുള്ളത്. ഇനി നമുക്ക് മോഹൻ ബഗാൻ്റെ കാര്യം കൂടി ഒന്ന് പരിശോധിക്കാം. മോഹൻ ബഗാൻ്റെ ആണല്ലോ ഏറ്റവും മാർക്കറ്റ് വാല്യൂ കൂടി നിൽക്കുന്നത്. അപ്പം അവരുടെ കമ്മിൻസ് ഈ സീസണിൽ വന്നിട്ടുള്ള താരമാണ്. അദ്ദേഹത്തിൻ്റെ 8.8 കോടി ഇന്ത്യൻ രൂപയാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടുന്ന സാലറി ചിലപ്പോൾ ഇതിൻ്റെ പകുതിയൊക്കെ ആയിരിക്കുള്ളത്. കൂടിപ്പോയ 4 കോടി അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെയാണ്. കാരണം ഇത്തവണ ഇപ്പം ജാമി മക്ലാറിനൊക്കെ സൈൻ ചെയ്യുകയാണെങ്കിൽ എത്ര 4 സംതിങ് കോടി, അത് ഹയസ്റ്റ് ഒരു പെയ്ഡ് പ്ലെയർ ആയി മാറുമെന്നുള്ള നിലയ്ക്കാണ് വരുന്നത്. അപ്പം കമ്മിൻസിന് എന്താണെങ്കിലും പറഞ്ഞാൽ 4 കോടിക്കും 3 കോടിക്കും ഇടയിലുള്ള ഒരു സാലറിയൊക്കെയാണ് കിട്ടുന്നത്. അവർ പറഞ്ഞാൽ പെട്രട്ടോസും 7.2 കോടിയാണ്. അതിൽ താഴെയാണ്. കമ്മിൻസിനേക്കാളും കുറഞ്ഞ സാലറിയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. സാധുക്കുവിൻ്റെ കാര്യം എടുക്കുമ്പോൾ 5.2 കോടിയാണ്. ഈ പറഞ്ഞ പോലെ അതിലും ഇതിൻ്റെ പകുതിയോ സാലറി ഒക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുള്ളൂ. അപ്പം ഇതാണ് വാല്യൂ. അതുപോലെ സാലറി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് പല ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് വരുന്നത്. ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വാല്യൂ കൂടാനുള്ള ഒരു പ്രധാന ഫാക്ടറായിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക പ്ലേയേഴ്സും ഫോറിനേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ഒരു ലേറ്റ് 20s ഉള്ള പ്ലേയേഴ്സിനെ ആയിരിക്കും കൊണ്ടുവരുന്നത്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സ് ആയി കഴിയുമ്പോഴത്തേക്കും ഈ ട്രാൻസ്ഫർ മാർക്കറ്റിലുള്ള ഒരു ഇൻട്രാക്ഷനും കാര്യങ്ങളും ഒക്കെ കൂടും. സോഷ്യൽ മീഡിയ മറ്റേ ഇമേജും ഇതൊക്കെ വന്നുകൊണ്ട് വലിയ തോതിലുള്ള ഒരു ഇടിവ് അവരുടെ ഒരു വാല്യൂവിൽ പൊതുവേ സംഭവിക്കാറില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ താരങ്ങളുടെ കാര്യം എടുക്കുന്ന സമയത്തും പറഞ്ഞാൽ കൂടുതലും യങ് ആയിട്ടുള്ള താരങ്ങളാണ്. അപ്പം യങ് ആയിട്ടുള്ള താരങ്ങളുടെയൊക്കെ പറഞ്ഞ പോലെ അവരുടെ സാലറിയേക്കാൾ ഇരട്ടിയൊക്കെ വാല്യൂ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വാല്യൂ എപ്പോഴും ട്രാൻസ്ഫർ മാർക്കറ്റൊക്കെ എടുക്കുന്ന സമയത്ത് കൂടി നിൽക്കുന്നത്. അപ്പം അത്രയും സ്പെൻഡ് ചെയ്യുന്ന, അപ്പോൾ മോഹൻ ബഗാൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മോഹൻ ബഗാൻ്റെ 7 അയലത്ത് പോലും സ്പെൻഡ് ചെയ്യുന്ന ക്ലബ്ബല്ല ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം എന്താണെങ്കിലും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പാണ് കമ്പോസ്റ്റ് കാണിക്കാൻ സനി.